ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന യാഷിന്റെ രക്തം തിളച്ചു പൊങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം ആ രണ്ടുപേരും ശ്രുതിയെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഭയന്നു വിറയ്ക്കുന്ന ശ്രുതിയെയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാമിനിയെയും കണ്ടപ്പോൾ യാഷിന്റെ ഉള്ളിൽ എന്തോ പൊട്ടിത്തെറിച്ചു. അവൻ എല്ലാവരുടെയും മുന്നിലേക്ക് കയറി രഘുവിന്റെ കണ്ണിലേക്ക് നേരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ നിരപരാധികളായ ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ പണം കണ്ടെത്താം. നിങ്ങൾ വിഷമിക്കണ്ട. അത് കേട്ട മാത്രയിൽ രഘു അവനെ ശക്തിയായി തള്ളിമാറ്റി. വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം പോലുമില്ല, എന്നിട്ടും വലിയ കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രഘു ശ്രുതിയെ പിടിച്ചു വലിച്ച് തന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ശേഷം ഒരു മൂർച്ചയുള്ള കത്തി അവളുടെ കഴുത്തിന് നേരെ ചേർത്ത് പിടിച്ചു. ആ കാഴ്ച കണ്ട കാമിനി ഭയന്ന് നിലവിളിച്ചു. കത്തി ശ്രുതിയുടെ കഴുത്തിൽ അമർന്നിരിക്കുന്നത് കണ്ട യാഷ് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അടുത്തു കിടന്നിരുന്ന വലിയൊരു മൺചട്ടിയെടുത്ത് രഘുവിന്റെ കൈയിലേക്ക് ശക്തിയായി എറിഞ്ഞുടച്ചു. കത്തി നിലത്തേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റതും അപമാനിക്കപ്പെട്ടതും കൊണ്ട് രഘുവിന്റെ കോപം ഇരട്ടിയായി. അവൻ യാഷിന്റെ കോളറിൽ പിടിച്ച് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു നിസാര ചായക്കടക്കാരൻ എന്നെ തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. ഭയന്നു നിൽക്കുന്ന ശ്രുതിയെയും കാമിനിയെയും നോക്കിയ യാഷ് പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ചു. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പണം തന്നെയല്ലേ? ഞങ്ങൾ പണം തരാം. നാളെ രാവിലെ വരെ സമയം മാത്രം തന്നാ മതി. ഞങ്ങൾ നിങ്ങളുടെ പണം വീട്ടിലെത്തിച്ചു തരും എന്നവൻ പറഞ്ഞു. അത് കേട്ട രഘു പെട്ടെന്ന് നിർത്തി. ശേഷം ഒരു പരിഹാസ ചിരിയോടെ ചുറ്റുമുണ്ടായിരുന്നവരെ നോക്കി. ഇവനെ ഒന്ന് നോക്ക്. കൊള്ളയടിക്കപ്പെട്ട ചായക്കടയുടെ ഉടമ എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നു. നിന്റെ കയ്യിൽ അത്രയ്ക്കൊക്കെ പണം ഉണ്ടോടാ എന്ന് അവൻ പരിഹസിച്ചു. യാഷ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ രഘു വീണ്ടും അവന്റെ കോളറിൽ പിടിച്ചു. ശേഷം സ്വന്തം കൈകൊണ്ട് യാഷിന്റെ പോക്കറ്റുകൾ പരിശോധിക്കാൻ തുടങ്ങി. ഒരു പോക്കറ്റിൽ നിന്ന് ചുളുങ്ങിയ 20 രൂപയുടെ ഒരു നോട്ട് പുറത്തു വന്നു. 20 രൂപ എന്ന് പറഞ്ഞ് അവൻ ആ നോട്ട് എല്ലാവരുടെയും മുന്നിൽ ഉയർത്തിക്കാട്ടി. വലിയ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞങ്ങളെ പറ്റിക്കാനാണോ ഇത്രയും പണം കൊണ്ടുവന്നത്? ട്രാഫിക് സിഗ്നലിൽ ഭിക്ഷ ചോദിക്കുന്നവർക്ക് പോലും ഇതിലും കൂടുതൽ ടിപ്പ് ഞങ്ങൾ കൊടുക്കും. അതിനുശേഷം രഘു തന്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപ നാണയമെടുത്ത് യാഷിന്റെ കൈയിലേക്ക് വലിച്ചെറിഞ്ഞു. ദാ 1 രൂപ കൂടി. ഇപ്പോ മൊത്തം 21 രൂപയായി. പോയി ഒരു മൂലയിലിരുന്ന് ഭിക്ഷ ചോദിക്കേ. ഇതെല്ലാം ശ്രുതിയും കാമിനിയും കണ്ടുനിന്നു. അപമാനത്തിന്റെ ആഴത്തിലുള്ള മുറിവ് യാഷിന്റെ മുഖത്ത് തെളിഞ്ഞു. അവന്റെ മുഷ്ടികൾ മുറുകിയെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഉറച്ച ഒരു തീരുമാനത്തിന്റെ തീ കത്തിത്തുടങ്ങി. രഘു വീണ്ടും കാമിനിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ യാഷ് അവന്റെ വഴിയിൽ കയറി നിന്നു. ചേട്ടാ, ഞങ്ങൾ നാളെ പണം തരും. 10 ലക്ഷത്തിന് പകരം 12 ലക്ഷം രൂപ തരാം. പക്ഷേ നാളെ വരെ സമയം താ എന്നവൻ പറഞ്ഞു. അത് കേട്ടതോടെ രഘുവിന്റെ കണ്ണുകൾ തിളങ്ങി. പക്ഷേ കാമിനിയുടെയും ശ്രുതിയുടെയും മുഖം ഭയത്താൽ വെളുത്തുപോയി. ഉടൻ തന്നെ കാമിനി പരിഭ്രമത്തോടെ ചോദിച്ചു, യാഷ്, നീ എന്താ പറയുന്നത്? കാമിനിയുടെ ചോദ്യം തീരുന്നതിന് മുൻപ് തന്നെ രഘു മറുപടി പറഞ്ഞു. ശരി ശരി, സമ്മതിച്ചു. പക്ഷേ നാളെ എനിക്ക് പണം കിട്ടിയില്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്നത് പോട്ടെ, വെള്ളം പോലും ചൂടാക്കാൻ നിനക്ക് കഴിയാത്ത അവസ്ഥയിലാക്കും. അതും പറഞ്ഞ് രഘു അവിടെ നിന്ന് പോയി. രഘു പോയതും കാമിനി ദുഃഖത്തോടും നിരാശയോടും കൂടി യാഷിന്റെ നേരെ തിരിഞ്ഞു. നീ എന്താ ചെയ്തത് യാഷ്? എനിക്ക് 1 ലക്ഷം രൂപ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷെ നീ 12 ലക്ഷം രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചല്ലോ. ഇത്രയും പണം എവിടുന്ന് കൊണ്ടുവരും എന്നവൾ ചോദിച്ചു. കാമിനിയെ ആശ്വസിപ്പിക്കാൻ യാഷ് ശ്രമിച്ചു. പണം കണ്ടെത്താം ആന്റി. നാളെ വരെ സമയമുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഞാനത് മാനേജ് ചെയ്യും. ദയവേത് വിഷമിക്കാതിരിക്കെ എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിച്ചു. കാമിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിഷമിക്കണ്ടെന്നോ? ആ സമയത്ത് ആവേശത്തിൽ നീ 2 ലക്ഷം രൂപ അധികം കൊടുക്കാമെന്ന് വരെ വാക്കുകൊടുത്തു. ഇപ്പോ എന്നോട് വിഷമിക്കണ്ടെന്ന് പറയുന്നു. ഇത്രയും പണം ഞാൻ എവിടുന്ന് കൊണ്ടുവരും യാഷ്? കാമിനിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് യാഷ് പറഞ്ഞു. ഓ ആന്റി, എന്തിനാ ഇത്രയും ടെൻഷൻ എടുക്കുന്നത്? എല്ലാം ശരിയാവും. പക്ഷെ കാമിനി ഇനി വെറും വാക്കുകൾ വിശ്വസിക്കുന്ന അവസ്ഥയിലല്ലായിരുന്നുവെന്ന് യാഷിന് നന്നായി അറിയാമായിരുന്നു. സമയം രാവിലെ 7 മണിയോടടുത്തിരുന്നു. യാഷ് തന്റെ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വാതിലിൽ ഒരു മൃദുവായ മുട്ടുകേട്ടത്. പാതി ഉറക്കത്തിൽ അവൻ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നത് കാമിനിയായിരുന്നു. അവളുടെ കണ്ണുകൾ വീർത്തിരുന്നു. മുഖം ക്ഷീണിച്ചു പോയിരുന്നു. മുഴുവൻ രാത്രി ഒരു നിമിഷം പോലും കണ്ണടച്ചിട്ടില്ലെന്നതുപോലെ അവൾ തകർന്ന അവസ്ഥയിലായിരുന്നു. അത് കണ്ട യാഷ് ഉടനെ ആശങ്കയോടെ ചോദിച്ചു, എന്താ ആന്റി, എന്താ ഇത്ര രാവിലെ? ഒന്നും പറയാതെ കാമിനി തന്റെ സാരിയുടെ കോണിൽ കെട്ടിയിരുന്ന
ഒരു ചെറിയ പൊതിക്കെട്ടഴിച്ച് യാഷിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. യാഷ് അമ്പരന്ന് താഴേക്ക് നോക്കി. അതിനുള്ളിൽ പഴയതും വിലപ്പെട്ടതുമായ ചില ആഭരണങ്ങളായിരുന്നു. 2 സ്വർണവളകൾ, ഒരു ജോഡി കമ്മലുകൾ, പിന്നെ അവളുടെ മംഗല്യസൂത്രം. തൊണ്ടയിടറിയ ശബ്ദത്തിൽ കാമിനി പറഞ്ഞു, ഇത് കൊണ്ടുപോ. ഈ ലോകത്ത് ഇനി ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് ഇത്ര മാത്രമാ. പണയം വെക്കേ, വിറ്റുകളയേ, എന്തു വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഇന്ന് എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ട പണം എങ്ങനെയെങ്കിലും കണ്ടെത്തണം. മംഗല്യസൂത്രത്തിലേക്ക് നോക്കിയപ്പോൾ യാഷിന്റെ മനസ്സ് വേദനിച്ചു. ആന്റി, എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മകളല്ലേ? ദയവേത് വിഷമിക്കാതിരിക്കെ. പണം ഞാൻ കണ്ടെത്തും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നവൻ പറഞ്ഞു. കാമിനിയുടെ കണ്ണുകളിൽ ക്ഷീണം നിറഞ്ഞിരുന്നു. പക്ഷേ ഒരു പുഞ്ചിരി പോലും അവിടെ ഉണ്ടായിരുന്നില്ല.